ഹലോ. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ആരുമില്ല. പിന്നെ ഇത് സ്വിച്ച് കേടായിപ്പോയി. ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളെ ഫോൺ വിളികളില്ലേ, ഫോൺ വിളികളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കേട്ടോ. എനിക്ക് സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. എനിക്ക് പണ്ട്, അതായത് 1998 ഓൺവേർഡ്സ് ആണ് എൻ്റെ വീട്ടിൽ ഞാൻ ടെലിഫോൺ കണക്ഷൻ എടുത്തത്, മദ്രാസിൽ. അതിനു മുമ്പ് വേറെ കസിൻസിൻ്റെ വീട്ടിലേക്കാണ് അച്ഛനും അമ്മയൊക്കെ വിളിക്കാറ്. ഞങ്ങൾ വളരെ ചെറുതായിട്ടല്ലേ ജീവിതം തുടങ്ങിയത് മദ്രാസിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓഫീസിൻ്റെ ആവശ്യത്തിന് പ്രൈവറ്റ് ഓഫീസ് പോലെയൊക്കെ നമ്മൾ വെക്കുമല്ലോ പണ്ട് ആൾക്കാർ വരാനായിട്ടൊക്കെ. സോ ഞാനൊരു ഫോൺ ലാൻഡ് ലൈൻ എടുത്തു. അന്ന് മോള് കുഞ്ഞാണ്. അപ്പോൾ ആ ജോലിക്കാരിക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒരു സെൽഫോണും എടുത്തു അന്ന് RPG എന്ന് പറഞ്ഞ കണക്ഷനായിരുന്നു കേട്ടോ. ഭയങ്കര പൈസയാണ് RPG കണക്ഷന്. ഇൻകമിങ് കോള് വരെ ഭയങ്കര പൈസയായിരുന്നു. അത് ഇൻകമിങ്ങിന് ഒരു പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും എടുത്തു. അരവിന്ദും എടുത്തു, ഞാനും എടുത്തു. നോക്കിയയുടെ ഒരു ഫോണാണ്, ഭയങ്കര കനമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അത് കയ്യിൽ വെക്കും. അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിസ് കോൾ തന്നാൽ മതി, ഞാൻ എന്നിട്ട് ഏതെങ്കിലും ഒരു ബൂത്തിൽ പോയിട്ട് തിരിച്ച് വിളിക്കും. മോൾ പോലെ പനിയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അധികം ആൾ വിളിക്കാറില്ല. പക്ഷേ എനിക്ക് വേറൊരു സ്വഭാവം വന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അന്നൊന്നും അധികം പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ കുറച്ച് പണിയേ ഉള്ളൂ, സീനിയറിൻ്റെ ഫയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നോക്കിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരോടെങ്കിലും കുറച്ച് നേരം സംസാരിക്കും. മദർ ഇൻ ലോനെ വിളിക്കും. പപ്പായോ അമ്മച്ചിയോ, പപ്പ അധികം സംസാരിക്കില്ല. അമ്മച്ചിയോട് കഥകൾ മുഴുവനും പറഞ്ഞു കേൾപ്പിക്കും. പിന്നെ എൻ്റെ അമ്മയുടെ അനുജത്തിയെ വിളിക്കും. പിന്നെ അന്ന് എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ വീട്ടിലന്ന് ഫോണ് വന്നിട്ടില്ല കേട്ടോ, സോറി. അവരെ അപ്പോഴല്ല വിളിക്കാറ്. പിന്നെ ആരെയാണ് ഞാൻ വിളിക്കാറ്? അങ്ങനെ ഇത്രയും പേരെ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഫോൺ വന്നു. അപ്പോൾ അവിടെ വിളിക്കും. അവിടെ വിളിക്കാൻ തുടങ്ങി. പൊന്നുരുന്നിയിൽ വിളിക്കുമായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അവിടെ വല്യമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മച്ചിയെ വിളിക്കും. എല്ലാം കുറച്ച് സംസാരിക്കുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്. ഞാൻ വൈകുന്നേരം വന്നിരുന്ന എനിക്ക് ഇങ്ങനെ എല്ലാവരെയും വിളിക്കലൊരു സ്വഭാവമായി തുടങ്ങി. അപ്പോൾ അമ്മച്ചിയെ വിളിക്കുന്ന അമ്മച്ചിക്ക് ഇഷ്ടമാണ്, അരവിന്ദൻ്റെ അമ്മയെ ഞാൻ വിളിക്കുന്ന ഇഷ്ടമാണ്. എല്ലാം പറയും കേട്ടോ. എല്ലാം പറയുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് പോലെ ആയിരുന്നു അമ്മച്ചിയുടെ കൂടെ. എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അമ്മച്ചി നന്നായി സംസാരിക്കും, അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയും. പക്ഷേ പിന്നീട് ഞങ്ങളുടെ സെമൻറ്റിക്സ് ഒക്കെ മാറി, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ദൂഷ്യങ്ങളുണ്ടായിരുന്നെന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഫോണായപ്പോൾ ഞാൻ ഓരോരുത്തരും മാറി വിളിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പച്ചിമാരെയൊക്കെ വിളിക്കും, അപ്പച്ചിമാരുടെ മക്കളെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ എൻ്റെ ഒരു അപ്പച്ചി ഉണ്ടല്ലോ, എപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമായിട്ടോ ഇവരൊക്കെ സംസാരിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കില്ല. കാരണം STD അല്ലേ, ഭയങ്കര പൈസയാണ് അന്നൊക്കെ. അവർക്കത് പറ്റില്ലായിരിക്കുമല്ലോ, എല്ലാവർക്കും അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കുമല്ലോ. അപ്പോൾ അവരൊന്നും അങ്ങനെ വിളിക്കാറില്ല. വിളിച്ച മണിക്കൂർ കണക്കിന് നമ്മളോട് സംസാരിക്കും ഇവരൊക്കെ. എല്ലാം നമ്മളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. ഒരമ്മായി ഉണ്ടായിരുന്നേ, മരിച്ചുപോയി പാവം. ആ അമ്മായി എങ്ങനെയാണെന്നറിയോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അറിയാനുള്ളതിൻ്റെ എല്ലാം അങ്ങ് ചോദിക്കും. ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ, എന്താണ് മോള് എങ്ങനെയാണ്, പഠിക്കാൻ മിടിക്കുകയാണോ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. നമുക്ക് അങ്ങോട്ട് ഒന്നും ചോദിക്കാനുള്ള അവസരം തരുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടങ്ങ് പോകും. ഷീ വോണ്ട് അലൗ us to ask. നമ്മൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി കിട്ടുകയുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പം അവരുടെ കാര്യങ്ങളെല്ലാം വളരെ പക്കായിട്ട് ചെയ്ത് അതിങ്ങനെ ചെറുതാക്കി, അതായത് ഒരു മൂടി വെക്കും, മറച്ച് വെക്കും, ആരോടും പറയാതെ. പക്ഷെ നമ്മളുടേതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ ചെയ്യും. അത് കൺസേൺ കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണോ, എനിക്കത് മനസ്സിലായിട്ടില്ല. പലർക്കും ആ സമയത്ത് നമ്മളങ്ങ് പറയുകയും ചെയ്യും. ഞാൻ ഭയങ്കര ഗമയടിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇങ്ങനെയാണ്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, കേസ് കിട്ടുന്നുണ്ട്, വണ്ടി എടുത്ത് അവിടെ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറയുമായിരുന്നു. ഞാൻ എന്തിനാണ് ഇതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം ആകരുതെന്ന് പറയാനാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ അടച്ചു വെക്കുന്ന, ആവശ്യത്തിന് മാത്രം തുറന്ന് കാണിക്കുക, ആവശ്യത്തിന് മാത്രമാണ് ആ താളുകൾ മറിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ടു ചെല്ലാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ ദോഷങ്ങൾ നമുക്കുണ്ടാക്കും.
പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. അവർ ചോദിക്കും, ഓ മോള് എത്ര നാളായിട്ടൊന്നും വിളിച്ചില്ലല്ലോ, എന്താണ് വിളിക്കാതിരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ, എന്താണ് മോളെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർക്ക് ഈ ഫോൺ എടുത്ത് നമ്മളെ ഒന്ന് വിളിച്ചുകൂടെ? അത്ര കൺസേൺ ഉള്ളവർക്ക് 1 മിനിറ്റ് മതി. കാരണം എന്താണെന്നറിയോ, ഞങ്ങളൊക്കെ നാടും വീടും വിട്ട് ഇപ്പം പ്രവാസി എന്ന് പറഞ്ഞാൽ ഇവിടെ അബുദാബിയിലൊക്കെ വന്നപ്പോൾ ഞാൻ ആളുകളോടൊക്കെ സംസാരിക്കാൻ കൊതിക്കാറുണ്ട് കേട്ടോ. വന്നിരിക്കുകയാണ് അവരവിടെ അവരുടെ നാട്ടിൽ കേരളത്തിൽ അമ്പലങ്ങളിൽ പോയും പള്ളികളിൽ പോയും കല്യാണ ചടങ്ങുകളും അതും ഇതും എല്ലാം കൂടി സന്തോഷമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്കപ്പോൾ ഒരു സമയം ഉണ്ടാവില്ല. നമുക്കാണെങ്കിൽ ഈ 4 ചുമരിനകത്ത് ഇപ്പം ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ സമയമൊക്കെ പോകുന്നത്. ഞാൻ ജോലി നിർത്തി കഴിഞ്ഞപ്പോഴേ ഓക്കെ, ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്, ബുക്ക് എഴുതുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിന് സ്റ്റോറീസ് നോക്കുന്നുണ്ട്, കണ്ടൻറ്റ് തപ്പുന്നുണ്ട്, യൂട്യൂബിന് കണ്ടൻറ്റ് തപ്പുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സമയം പോകുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് എവിടെയോ ഒരു വോഗ് ഉണ്ട് കേട്ടോ. എന്താണ്, ആർക്കും നമ്മളെ വേണ്ടേ, ആർക്കും നമ്മളോട് ഇഷ്ടമില്ലേ? അച്ഛൻ വിളിക്കും, പിന്നെ അമ്മച്ചി വിളിക്കാറുണ്ട്, അരവിന്ദനെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഞാനധികം സംസാരം നിർത്തി കേട്ടോ. കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും ഒരേപോലെ അല്ല നമ്മളോട് പെരുമാറുന്നതും ചിന്തിക്കുന്നതും. നമ്മളുടെ വായിലേക്ക് എന്തെങ്കിലും ഇട്ട് തന്നിട്ട്, ഞാനാണ് ഈ പ്രതികരണ സ്വഭാവം കൂടുതലുള്ളതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ദേ വിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എപ്പോഴാണ് അവർക്കത് ആവശ്യം അതവർ നമുക്ക് എഗൻസ്റ്റായിട്ട് ഉപയോഗിക്കും. ഇത് ബൂമറാങ് പോലെ നമുക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലയിടങ്ങളിലും പലരും പറയുന്നത് നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആകാതിരിക്കുക. അത് പോകെ അത് വയസ്സാകെ കൂടുതൽ ഫ്രണ്ട്ലി ആയാൽ പീപ്പിൾ വിൽ ടേക്ക് യു ഫോർ ഗ്രാൻറ്റഡ്. എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാലും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് കരകയറിയിരിക്കും. ബട്ട് സ്റ്റിൽ ഒരുപാട് സംസാരം ഫോണിൽ നമ്മുടെ എനർജിയെ ചോർത്തിക്കളയും കേട്ടോ. ആരോടാണെങ്കിലും എനർജിയെ ചോർത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി നമ്മൾ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് എനർജിയാണ്. നമ്മുടെ ഹൈ ലെവൽ എനർജി എന്ന് പറയുന്നത് ഒരു ഡയമണ്ടിൻ്റെ അത്രയും എക്സ്പെൻസീവ് ആണെന്ന് തന്നെ വെച്ചോളൂ. കലമ്പൽ കൂട്ടാതിരിക്കുക, കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരു ഷോൾഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട്, അറിയാമോ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇന്നയാൾ, എന്തിനാ അത് പറയുന്നത്? ആ ആളോടുള്ള ദേഷ്യം 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ആൾ നമ്മളോട് വന്ന് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മാറുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, അരവിന്ദൻ ഞാനുമായിട്ട് എന്തെങ്കിലും ശാശി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുത്ത് ഞാൻ അമ്മച്ചിയോടോ അച്ഛനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിൽ വെക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ തമ്മിൽ വഴക്ക് എന്തായി? നമ്മളപ്പോഴേ മറന്നു പോയിട്ടുണ്ടാവും. മനസ്സിലായോ? നമ്മളത് ആ ദേഷ്യത്തിന് നമ്മൾ വിളിച്ച് പറയുന്നതാണ്. ഇങ്ങനെയാണ് പറയരുത്. ആ ദേഷ്യം ആറും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഫോണിൻ്റെ അടുത്തേ പോകരുത് കേട്ടോ. ഫോൺ വീട്ടിൽ വെച്ചിട്ട് നടക്കാനായിട്ട് വല്ല പുറത്തേക്ക് ഇറങ്ങി പോവുകയോ ഫോൺ എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോയി ഇരിക്കുകയോ ഒക്കെ ചെയ്യുക. എനിക്ക് പറ്റിയ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അല്ല നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ദേഷ്യം ആറിക്കഴിയുമ്പോൾ നമുക്കത് മാഞ്ഞു പോകും. പക്ഷേ ഇവരുടെ ഒന്നും മനസ്സിൽ നിന്ന് ഇത് മാഞ്ഞൂല. എസ്പെഷ്യലി എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിലേ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛനത് ചോദിക്കും, അന്ന് ഇന്ന ആൾ ഞാനുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പായി കാണും, പിന്നെ അന്ന് എനിക്കൊരു ദേഷ്യം തോന്നിയപ്പോൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, ഞാൻ അതിപ്പോഴും പറയും. അപ്പോൾ പറയുകയും ചെയ്യും. ഹി വിൽ ഈവൻ ആസ്ക്, അന്ന് മോളോട് ഇങ്ങനെ ഇയാൾ കാണിച്ചത് ശരിയായില്ല, അങ്ങനെയും പറഞ്ഞോളെ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം കൊണ്ടും സ്നേഹക്കൂടുതൽ കൊണ്ടും കരുതൽ കൊണ്ടും ഒക്കെ ആയിരിക്കാം. ബട്ട് വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴാണ് അതിനുള്ള ഒരു ബുദ്ധി വന്നത് കേട്ടോ. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ളവർ, എന്നെ കേൾക്കുന്നവർ, 30കളിലൊക്കെ ഉള്ളവർ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഇതൊന്ന് അഡോപ്റ്റ് ചെയ്തോളൂ. സൈലൻസ്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. വേർഡ്സ് അനാവശ്യമായിട്ട് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയാണ് നമ്മൾ താഴോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേച്ചി, ഞങ്ങൾക്ക് ഓഫീസിൽ എല്ലായിടത്തും ആവശ്യത്തിന് മാത്രം സംസാരിച്ച് നോക്കൂ. അതിൻ്റെ മകൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അത്. കുട്ടി അങ്ങനെയാണ്, കുറച്ച് ബുക്സാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾ ഈ തരത്തിൽ ഇങ്ങനെ സംസാരം കുറവാണ്. എനിക്കാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. എന്തായാലും ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ കണ്ടുപിടിച്ചവനെ ഞാൻ എപ്പോഴും ദൈവമേ നമസ്തേ പറയും. കാരണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ ഈ മണലാരണ്യത്തിൽ എൻ്റെ സമയം കഴിച്ച് കൂട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമുക്കിവിടെ ഇരുന്നേ പറ്റുള്ളൂ താനും. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ചെറിയൊരു വീഡിയോ ഇതിനെപ്പറ്റി പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് നെഗറ്റീവായിട്ട് എടുക്കണ്ട കേട്ടോ. ഇത് പോസിറ്റീവ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. ലൈക്ക് നമുക്കും നമ്മുടേതായ സമയം ഉണ്ടാവും. അപ്പോൾ എനിക്കാണെങ്കിൽ പുസ്തകം വായിക്കാനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും നമ്മുടെ എന്താ പറയുക,
ബ്രെയിനിന് വേറൊരു തരത്തിലുള്ള ചിന്താശീലം കിട്ടുകയാണ്. നമ്മൾ ഈ എല്ലാം യൂട്യൂബും ഇൻസ്റ്റഗ്രാമും പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലില്ലേ, അതൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് നമുക്ക്. ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ വനിതയിലെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു കുട്ടികളെ നോക്കുന്നതിനെ പറ്റി. അതിനകത്ത് തന്നെയുണ്ട് റീറ്റെയിൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോയി ഇൻസ്റ്റഗ്രാം നോക്കി ഷോപ്പ് ചെയ്യരുത്. നമ്മൾ കുറേ ഷോപ്പ് ചെയ്യും, നമുക്കതൊരു പെട്ടെന്ന് നമുക്കൊരു ഡോപ്പമൈൻ ഇഫക്റ്റ് കിട്ടും. ഓ, ഈ നല്ല സാരി, ഈ സാരി ഈ ബ്ലൗസിന് ഇട്ടാൽ നന്നായിരിക്കും, അങ്ങനെ വിചാരിക്കും. അങ്ങനെ മേടിക്കരുത്. ഞാനൊരു പ്രിൻസിപ്പിൾ വെച്ചിരിക്കുന്നത്, ഓൺലൈൻ ബൈയിങ് കുറവാണ് കേട്ടോ എനിക്ക് എന്ന് കരുതി ഓൺലൈനായിട്ട് മേടിക്കുന്നവരോട് വാങ്ങണ്ടെന്നല്ല ഞാൻ പറയണത്. ആവശ്യത്തിന് ഇപ്പോൾ ഓണം വരികയാണ്, വിഷു, ആ ഓണത്തിനൊക്കെ നമുക്കിപ്പം നാട്ടിൽ പോയി മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിക്കുക. ഓൺലൈൻ ഷോപ്പിംഗ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഒരു സെറ്റ് മുണ്ട് നിങ്ങൾ വാങ്ങിച്ചു അല്ലെങ്കിൽ സെറ്റ് സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ നിർത്തണം. അല്ലാതെ പിന്നെയും നിങ്ങളൊരു 10 ദിവസത്തേക്ക് 10 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണം, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മേ ബി ഉത്രാടത്തിനും ഓണത്തിനും അത്തത്തിനും ഒരെണ്ണം മതിയെങ്കിൽ മതി. അല്ലാതെ ഞാൻ വിൽക്കുന്നവർക്ക് പാരവയ്ക്കുന്നതല്ല കേട്ടോ. ഇതൊരു ട്രെൻഡാണ്. നിങ്ങൾ 10 എണ്ണം വാങ്ങിച്ചോളൂ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ അമ്മയ്ക്കും പെങ്ങൾക്കും നാത്തൂനും ഒക്കെ കൊടുക്കൂ. ഓണമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മാത്രം പുതിയത് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇതും കൂടെ നിങ്ങൾ ആലോചിക്കണേ. ഇതിൻ്റെ കൂടെ വന്നപ്പോൾ ഫ്ലോയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. ഇന്നത്തെ ടേക്ക് അവേ എന്താണ്? നിശബ്ദത അല്ലെങ്കിൽ സൈലൻസ് നമ്മളെ എങ്ങനെ രക്ഷിക്കും, നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് നന്മ തരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിറുക്കിട്ട് തോണ്ടിക്കൊണ്ട് പോകുമ്പോൾ സൈലൻസ് എന്ന് പറഞ്ഞിരിക്കില്ലേ, അത് വേറെ കാര്യം, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ പ്രതികരിക്കുമ്പോൾ കുറച്ച് സൈലൻസ് ഇടവിട്ടിട്ട് നിങ്ങൾ പ്രതികരിക്കുക. അതിന് ആ പ്രതികരണത്തിനൊരു പ്രത്യേക ഭംഗിയും ഉണ്ടാകും. അത് കുറുക്കിക്കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും. അപ്പോൾ പ്രതികരിക്കുമ്പോഴാണ് കുഴപ്പം. ഞാനിങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് തന്നെയാണ് കേട്ടോ പ്രതികരിച്ചേക്കുന്നത്. ആലോചിക്കാറുണ്ട്, ഞാൻ ആലോചിക്കാതെ പ്രതികരിക്കാറില്ല. ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. അത് ഞാൻ ഇതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കാണൂ. ഓക്കെ ദെൻ, ശരി, ബൈ. പിന്നീട് കാണാം. ഞാൻ തന്നെ തിരിച്ച് വെച്ചിട്ട് ഓഫാക്കേണ്ടി വരും, അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കട്ടെ.